ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈദൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞ് വിഷു ഇനി എത്തിയില്ലേ. അപ്പോൾ ഈ ഒരു വിഷുവിന് നമുക്ക് സ്പെഷ്യലായിട്ടൊരു മോരുകറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുക്കാനായിട്ടാ. അപ്പോൾ കടുകിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുക് മാത്രമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ ഒരു തക്കാളി പിന്നെ അതിന്റെ കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പൊ ഇതേപോലെ നല്ലോണം വഴറ്റിയെടുത്താൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ മതി. അപ്പൊ നല്ലോണം വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ല, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര ചേർത്തത്. അപ്പോൾ കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം, എന്നാലേ എരിവുണ്ടാവുള്ളൂ കേട്ടോ. അത്യാവശ്യം എരിവുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഏകദേശം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കയ്യിലും കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് കിട്ടും. അപ്പൊ കണ്ടില്ലേ, നമ്മളെ തക്കാളിക്ക് നല്ലോണം വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ വേവാത്ത ആ ഒരു തക്കാളിക്ക് ഈ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസും പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് കേട്ടോ. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്ററിന്റെ പാക്കറ്റ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു തൈര് ഒരു ബൗളിൽ ഇട്ടിട്ട് നല്ലോണം വിസ്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മിക്സ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്താലും മതി. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മളെ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള മോരുകറിയാണ്. നോർമലി നമ്മൾ മോരുകറി റെഡിയാക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ എന്തായാലും ഈ ഒരു വിഷുവിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അത്യാവശ്യം മുളക് പൊടി ഇടണം കേട്ടോ. ആ ഒരു എരിവുണ്ടെങ്കിലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ തൈരിലേക്ക് എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു കട്ടി തൈരിലോട് കൂടി വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മോരുകറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.